ഉമ്മ ഇനിയിപ്പോ നോമ്പ് ഉണ്ടല്ലോ വരുള്ളൂ. ഇൻഷാല്ലാ ഞാൻ മരുന്ന് എഴുതാട്ടാ. എഴുതാട്ടാ. 2 നേരം കഴിക്കുക. അപ്പൊ കഴിക്കണമെന്ന് പറഞ്ഞെങ്കിൽ ഒന്ന് നോമ്പ് തുറക്കുമ്പോ അത് കഴിഞ്ഞാ പിന്നെ അത്താഴത്തിന് ട്ടാ. പിന്നെ ഇത് എന്തിനുള്ള ഷുഗറിനും പ്രഷറിനുള്ള അല്ലെ നോക്കാന്നല്ലേ. ഇത് നോമ്പിന് മുമ്പേ നമ്മ ഷുഗറിനും പ്രഷറിനും മരുന്ന് കഴിക്കുന്നല്ലേ. അപ്പൊ അതിന്റെ ഡോക്ടറെ പോയി കണ്ടിട്ട് അവരോട് ചോദിക്കുക. അപ്പൊ ചെറുതായി ഏറ്റക്കുറച്ചിലുകളൊക്കെ ഉണ്ടെന്നുണ്ടെങ്കിൽ അത് ബുദ്ധിമുട്ടാവും നമ്മൾ നോമ്പ് എടുക്കുമ്പോ. അപ്പൊ അതിന്റെ ഡോസ് അഡ്ജസ്റ്റ് ചെയ്തിട്ട് സമയം കറക്റ്റ് ആക്കിയിട്ട് എങ്ങനെ കഴിക്കേണ്ടതെന്ന് ആ ഡോക്ടറോട് ചോദിച്ചിട്ട് കഴിക്കാം. കാരണം ഞാൻ എഴുതുന്ന മരുന്നല്ലല്ലോ. അപ്പൊ അവരെ കണ്ട് അവരുടെ അഭിപ്രായം ഇല്ല. ഞാൻ എഴുതുന്ന ഞാൻ പറഞ്ഞല്ലോ സമയം, അതങ്ങനെ ചെയ്യാം ട്ടാ. പിന്നെ വേറൊരു കാര്യം എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ നല്ല ചൂടിനാണ് നോമ്പ് വരുന്നത്. നന്നായി വെള്ളം കുടിക്കണം. അതുപോലെ തന്നെ നോമ്പ് തുറക്കുമ്പോഴും അത്താഴത്തിന് നന്നായി വെള്ളം കുടിക്കണം, ഭക്ഷണം കഴിക്കണം. അത്താഴം എന്തായാലും കഴിക്കണം ട്ടാ. കാരണം നമുക്ക് ഫുള്ള് ആ ദിവസത്തിനുള്ളത് അത്താഴത്തിൽ നിന്ന് കിട്ടാം. ഉമ്മാക്ക് നോമ്പ് എടുക്കാൻ ആലോചിക്കുന്നുണ്ടെന്നുണ്ടെങ്കിൽ നോമ്പ് എടുത്തോ. അതല്ല ഉമ്മാക്ക് എന്തെങ്കിലും വയ്യായി തോന്നുന്നുണ്ടെന്നുണ്ടെങ്കിൽ നോമ്പ് എടുക്കണ്ട. അത് നിർബന്ധമല്ല. രോഗികൾക്ക്, ഗർഭിണികൾക്ക്, അതുപോലെ തന്നെ വയസ്സായവർക്ക്, യാത്രക്കാർക്കൊക്കെ നോമ്പിൽ അളവുണ്ട്. അടിച്ചേൽപ്പിക്കണമൊന്നുമില്ല എവിടെ നോമ്പ്. അപ്പൊ അത് ശ്രദ്ധിക്കണം കേട്ടോ ഉമ്മ. തീരെ പറ്റില്ലാന്നുണ്ടെങ്കിൽ ഉമ്മ നോമ്പ് എടുക്കണ്ട. കാരണം നമ്മളെ ആരോഗ്യം നോക്കിയിട്ട് നോമ്പ് എടുക്കാൻ തന്നെയാണ് ഇസ്ലാമിനും പറഞ്ഞിട്ടുള്ളൂ.